ഹായ് ഹലോ. ഇന്ന് രാവിലെ തന്നെ ഈ ചോറെല്ലാം ഇലയിലിട്ട് പൊതിഞ്ഞിട്ട് എങ്ങോട്ടാണെന്നല്ലേ, നമുക്ക് ഇരുട്ടിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ഉമ്മമാനെ കാണിക്കാനും പിന്നെ ഉപ്പാരെ മരുവാളെ വീട്ടിലും പോകണം. അപ്പം അതിനുള്ള പോകാൻ വേണ്ടിയിട്ട് പിന്നെ എന്താ പറയുക, ഫുഡെല്ലാം ആക്കി എടുത്തിട്ട് വഴിയിൽ നിന്ന് കഴിക്കല്ലേ അതിൻ്റെ ഒരു രസം. അപ്പം പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് നേരെ വിട്ട് അവിടെ എത്തണമെങ്കിൽ തന്നെ 1-2 മണിക്കൂറാണോ. അപ്പം പിന്നെ വഴിയിൽ നിർത്തിയിട്ട് ചോറെല്ലാം വെച്ചിട്ട് പോയി വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ എന്താ ഒരു നല്ലൊരു സ്പോട്ട് കണ്ട് നിർത്തി. പിന്നെ അവിടുന്ന് ചോറെല്ലാം വെച്ച് നമ്മൾ ചോറും വറവും മീൻ പൊരിച്ചത് മുട്ട പൊരിച്ചതെല്ലാം ആക്കിയിട്ട് എടുത്തിന്. അപ്പം അത് കുറേ സമയം പൊതിന് വെച്ചുകൊണ്ട് തന്നെ തുറക്കുമ്പോൾ തന്നെ അടിപൊളി മണം കേട്ടോ. പിന്നെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് അവിടെ ഇരുന്ന് കഴിച്ച് പിന്നെ അമ്മ അവിടെ എത്തി. വൈദ്യുതി അടുത്തുനിന്ന് കേട്ടത് നമ്മൾ വിചാരിച്ചത് ചെറിയൊരു ഓടിട്ട വീട്, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്താ പറയുക വൈദ്യുതി ഇതെല്ലാം. അപ്പോൾ അടുത്തേരാണ് ഫുൾ സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കിൻ്റെന്ന് മനസ്സിലായത്. അപ്പം പിന്നെ അവിടെ അമ്മ എത്തിയേരം ഒരു മണിയിലായാണ് അമ്മ അവിടെ എത്തിയത്. അപ്പോൾ ഡോക്ടർ വന്നത് 3 മണിക്കാണ്. അപ്പോൾ അത്രയും സമയം അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്ത് പിന്നെ നാനേജും കൂടി കുറച്ച് റീലെല്ലാം ചെയ്ത് അങ്ങനെ കുറേ സമയം അവിടെ സമയം പോയിപ്പിച്ച് പിന്നെ ഡോക്ടറെല്ലാം വന്ന് ഡോക്ടറെ കാണിക്കെല്ലാം ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരെ വിട്ട് ഇവിടെ പോകുമ്പോൾ പിന്നെ കുറച്ച് സാധനമെല്ലാം ബേക്കറി വാങ്ങിയിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോയി. അങ്ങോട്ട് പോകുമ്പോൾ ഇവരിങ്ങനെ മാങ്ങയിലെല്ലാം പറിച്ച് വെക്കുന്നുണ്ട്. അപ്പം പിന്നെ അവിടെ പോകുന്നത് തന്നെ ഈ ഒരു ചോട്ടനെ കാണാനാണ്. എല്ലാവർക്കും എന്താ പറയുക ഇവിടെ വരാൻ തന്നെ ഇഷ്ടം, ഇവനെടുക്കാൻ ഇവനെ കളിപ്പിക്കാനാണ്. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് നല്ല മഴയിലാണ്. നമ്മൾ ആശുപത്രിയിലുള്ളൊരു മഴ ഉണ്ടായിന്. പിന്നെ എൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ഞാൻ ഇവനെ എടുത്തിട്ട് ഇങ്ങനെ മുട്ടായെല്ലാം കൊടുത്ത് ഇങ്ങനെ കളിപ്പിക്കുകയാണ്. സൗണ്ട് ആക്കാൻ പറ്റില്ല. പിന്നെ ഓൻ്റെ മൈക്കെല്ലാം കൊടുത്തിട്ട് കുറേ വർത്താനം പറയാൻ വേണ്ടി ഇതാക്കി. പിന്നെ ഓൻ ഇറങ്ങുമ്പോൾ പറഞ്ഞ് വെഗെല്ലാം ചെയ്ത് പിന്നെ ഇവിടുന്ന് വെയിറ്റിങ്ങിലും ഡാൻസെല്ലാം കളിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതാ പേരക്കെല്ലാം മുറിച്ച് വന്ന് പിന്നെ ഏറ്റിക്കൊക്കെ പിന്നെ എവിടെ പോയാലും മെയ്ക്ക് കിട്ടിയാൽ മതി. പിന്നെ നൂറിനച്ചിലും പിന്നെ പാട്ട് പാടലായി. പിന്നെ ഓരോ പാട്ട് പാടിത്തരാൻ പിന്നെ TV-യിൽ പാട്ട് വെക്കലായി. പിന്നെ എല്ലാവരും തുള്ളലായി. പിന്നെ ഞാൻ ഈനെ കൊണ്ടുപോയി കളിപ്പിക്കലും ഇതല്ല. പിന്നെ ഉമ്മ ഇടുന്ന ഫുഡിന് ആവശ്യമില്ല ഉള്ളിലും ഉണ്ടാക്കി വെക്കുന്നത്. പിന്നെ ഇവരെ കളിയും കുരുത്തക്കടെല്ലാം കൊണ്ട് ഈ വീട് ഫുൾ അലങ്കോലായിട്ടിട്ട് സോഫയുടെ തുണിയിലെടുത്ത് പുറത്തേക്ക് ഇട്ട് വലിച്ചു വരിട്ടിരുന്ന് ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ ഈ ചോട്ടി വരുന്ന ഡാൻസ് കളിക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ ചൂടാ വിചാരിച്ചിട്ട് തന്നെ അപ്പോഴത്തേക്ക് ചിക്കനിലട മസാല വരട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഉപ്പിയും ഷിമിറാപ്പയും കൂടിയിട്ടാണ് ചിക്കൻ എടുത്ത് പുറത്തുനിന്ന് ചൂടുന്നത്. അപ്പം പിന്നെ ഞാൻ പിന്നെ വേഗം പോയിട്ട് അവിടുന്ന് വീഡിയോയിലെടുത്ത് പിന്നെ അവിടെ പോയാൽ പിന്നെ ഇപ്പം ഇവൻ എൻ്റെ കഴിയുമ്പോൾ തന്നെ, കാരണം ഞാൻ നല്ലോണം എടുക്കാം. എനിക്ക് ഈ കുഞ്ഞിനെല്ലാം എടുക്കാൻ ഭയങ്കര ഇഷ്ടം. പിന്നെ അവനക്ക് ചോറെല്ലാം നോക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തേക്ക് ഇടുന്ന് ചിക്കനെല്ലാം ചൂടുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പിന്നെ പുറത്തുപോയി നോക്കുമ്പോഴത്തേക്ക് ഇതാ ഐറ്റങ്ങൾ ഡാൻസ് കളിയിലാണ്. പിന്നെ നെയ്ഹുനി വണ്ടിയിലെല്ലാം ഇരുത്തിയിട്ട് റിമോട്ട് കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നുണ്ട്. ഇതിന് ഇങ്ങനത്തെ ഭയങ്കര പേടിയാന്ന്. ലാസ്റ്റെല്ലായാലും ഇത് കാലിട്ട് തിരിച്ചു വന്നു. ഇവനോട് സംസാരിക്കുന്ന കാര്യമില്ലടാ. നമ്മൾ എന്ത് പറഞ്ഞാലും ഇവര് വിശ്വസിക്കത്തേയില്ല. പിന്നെ ഫുഡെല്ലാം ആയി. അമ്മ പിന്നെ പുറത്തെല്ലാം പോയിട്ട് പിന്നെ നല്ല മന്തി റൈസും ചിക്കൻ ചുട്ടത് എല്ലാം കൂടി പിന്നെ കൂട്ടി തന്നു. പിന്നെ ഉള്ളിലേക്ക് പോയി നോക്കുമ്പോൾ ഇങ്ങനെ ഉറങ്ങി. പിന്നെ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് 11 മണിയായി. പിന്നെ നമ്മളടുത്തേക്ക് എത്തുമ്പോൾ 1 മണി 1:30 ആവുകൊണ്ട് പിന്നെ അമ്മ നേരത്തെ തന്നെ ഇറങ്ങി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. ലവ് യു ആൻഡ് ബൈ ബൈ.